ഓണത്തിനോ അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞോ ഒക്കെ നമുക്കിത്, അല്ലെങ്കിൽ മാങ്ങ ഇല്ലാത്ത സീസൺ വരുമ്പോൾ ഒരു മഴക്കാലത്ത് ഇച്ചിരി കഞ്ഞി കുടിക്കാനോ ചോറിൻ്റെ കൂടോ ഒക്കെ നമുക്കിത് എടുക്കാം. അതുവരെ ഇതിനെ നമുക്ക് ഒരു മൂലയിലോട്ട് അനക്കാതെ വച്ചേക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട. നമ്മളെപ്പോഴും കയ്യത്തെ നമ്മൾ കാണാത്തൊരു ഭാഗത്തോട്ട് ഇത് മാറ്റി വെച്ചേക്കാം. അപ്പോൾ ഇതവിടെ ഇരുന്ന് ഇതിൻ്റെ പ്രോസസ്സിങ് എല്ലാം നടക്കട്ടെ. ഉപ്പൊക്കെ പിടിക്കണം, എരിയൊക്കെ അകത്ത് പിടിക്കണം, എല്ലാം ചെയ്ത് നമുക്ക് അന്നേരം നമുക്കിത് നോക്കാം. വെട്ടുമാങ്ങ അച്ചാറിനുള്ള മാങ്ങയാണ് ഇവിടെ ഞാൻ ഉണക്കാൻ ഇട്ടേക്കുന്നത്. ഇത് ചെറുതായി വെള്ളം പറ്റിയൊന്ന് കിട്ടിയാൽ മതി. അപ്പം വെട്ടുമാങ്ങ അച്ചാറിനുള്ള വെട്ടുമാങ്ങ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് അറിയാമായിരിക്കുമല്ലോ. അല്ലെങ്കിൽ ഒരു മാങ്ങ, വിളഞ്ഞ മാങ്ങയാണ് എടുക്കുന്നത്. മാങ്ങ ഇത് 4ആയിട്ട് വെട്ടി വേണം എടുക്കാൻ. കാരണം മാങ്ങാണ്ടിക്ക് നല്ല മുറ്റുള്ളത് കൊണ്ട് നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റും. മാങ്ങാണ്ടി അങ്ങ് കളയുക. അതിനുശേഷം ഇതേ രീതിയിൽ എടുക്കുക. ഇതേ കണക്ക് മാങ്ങാണ്ടിയുടെ ആ കുരു മാത്രം കളഞ്ഞാൽ മതി. പിന്നെ ഇതിനകത്തൊരു ചെറിയ പാടയുണ്ട്, അതും കൂടെ എടുത്തങ്ങ് കളയുക. അതിനുശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് വെള്ളം, കാരണം അതിനുശേഷം കഴുകി അതെടുത്തത്, അതുകൊണ്ട് അതിൻ്റെ വെള്ളം ചെറുതായിട്ടൊന്ന് പറ്റാൻ വേണ്ടിയിട്ടാണ് വെയിലത്തിട്ട് നമ്മളത് ഉണക്കിയെടുക്കുന്നത്. ഇത് ചെറുതായിട്ടൊന്ന് ഉണങ്ങി കിട്ടുമ്പം നമുക്കിതിൻ്റെ അച്ചാർ എങ്ങനെ ഇടുന്നതെന്ന് നോക്കാം. നല്ലെണ്ണ ഒഴിക്കുക, കടുകിടുക. കടുക് പൊട്ടുമ്പോഴത്തേക്ക് വെളുത്തുള്ളി ഇടാം. വെളുത്തുള്ളി ഇട്ട് ഒരു മിനിറ്റ് കഴിയുമ്പോൾ ഇഞ്ചി ഇടാം. ഈ ഇഞ്ചിയും വെളുത്തുള്ളി നല്ലതുപോലെ മൂത്ത് വരട്ടെ. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇതേണൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക് ഇടാം. കുറച്ച് കറിവേപ്പില ഇടാം. ആവശ്യത്തിന് ഉപ്പിടാം. നല്ലതുപോലെ ഇളക്കുക. ഇനി പൊടി ഐറ്റംസ് ചേർക്കാം. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. എരിവിനനുസരിച്ച് ചേർത്തോളൂ. ഉലുവാപ്പൊടി ചേർക്കുക, കായപ്പൊടി ചേർക്കുക. എല്ലാം നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് പൊടിച്ച് വെച്ചേക്കുന്ന കടുക് ചേർക്കാം. നമുക്ക് മാങ്ങ കുറച്ചിട്ട് കൊടുക്കാം. മാങ്ങ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ എല്ലാ ഭാഗവും ഇളക്കി യോജിപ്പിച്ച് തീ ഓഫ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് തണുക്കുമ്പോൾ നമുക്കിതൊരു ഭരണിയിലോട്ട് ഇട്ട് വെക്കാം. നമ്മുടെ മാങ്ങ നല്ലോണം തണുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാനൊരു ചില്ല് കുപ്പിയിലോട്ട് ഇട്ട് സൂക്ഷിക്കാൻ പോവുകയാണ്. അതിൻ്റെ മേളിൽ വാഴയില വാട്ടി എണ്ണ ഒഴിച്ച് വെച്ചേക്കുക. നല്ലതുപോലെ അടയ്ക്കാം. ഇത് നമുക്കിനി 6-7 മാസം കഴിഞ്ഞ് എടുക്കാം.